ചേച്ചി ഫേവറേറ്റ് പാട്ടാണോ ഈ പാട്ട്? പിന്നെയാണോന്നോ ഇവിടെ ഞാൻ ഇങ്ങനെ റിഹേഴ്സൽ നോക്കുന്ന ഇങ്ങനെ ഒരൊച്ച കേട്ട് അപ്പൊ തൊട്ട് ഇത് മായുന്നില്ല പറയുന്നില്ല. എന്നാ നേരത്തെ ഈ പാട്ട് പ്രാക്ടീസിന്റെ സമയത്ത് കുറച്ച് കേട്ടു, അതുകൊണ്ടാണ് മൂളിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനി പോവില്ല, ഇനി കിടക്കും. അതെ, എന്നാ പിന്നെ ആ പാട്ട് ഫുള്ളായിട്ടൊന്ന് കേട്ടാലോ ഇപ്പൊ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാ. ഇഷ്ടപ്പെട്ട പാട്ടാണ്. ആർക്കാണ് ഇഷ്ടപ്പെടാത്ത പാട്ട്? അതെ, സൂപ്പർ സോങ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഗാനമാണ്. ആ ഗാനം ആലപിക്കാൻ ഇവിടെ കടന്നു വരുന്നു ധ്യാൻ വിശ്വാസ്. വെൽക്കം. ജൂനിയർ യേശുദാസ് ആയിട്ടാണ്. വെള്ള ഷൂവ്, വെള്ള പാന്റ്, ഇളം നീല ജുബ്ബ. അല്ല, എന്താ ഡെയിൻ പറഞ്ഞോ എന്ത് ധ്യാനോട് ഇങ്ങനത്തെ വേഷം ഇട്ടിട്ട് വരാൻ? ഇല്ല ഞാൻ പറഞ്ഞില്ല, ഡെഡിക്കേഷൻ റൗണ്ട് ആണല്ലോ. അപ്പൊ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്ത് വന്നതായിരിക്കും. ആണല്ലേ? എനിക്ക് വേണ്ടിട്ടല്ല. ഐഡിയ സ്റ്റാർ സിംഗറില് ഫൈനലിസ്റ്റ് ആയിരുന്ന തുഷാർ മുരളീകൃഷ്ണ സാറിന് വേണ്ടി. തുഷാർ ഏത് വർഷമായിരുന്നു? 2007 തുടക്കം. തുഷാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? കർണാട്ടിക് ക്ലാസ് ഒക്കെ എടുക്കും. ക്ലാസ് എടുക്കുന്നു, നന്നായിട്ട് പാടും. അതെ, നമുക്കൊന്ന് കാണാം, വീഡിയോ കാണാം. ധ്യാനിന് ടോപ്പ് സിംഗറിൽ പാടാൻ അവസരം ലഭിച്ചതിലും ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതിലും സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഏകദേശം 3 വർഷമായിട്ട് ധ്യാൻ എൻ്റെ അടുത്ത് നിന്ന് കർണാടക സംഗീതം അഭ്യസിക്കുന്നുണ്ട്. വളരെ പരിശ്രമശാലിയായ ഒരു സംഗീത വിദ്യാർത്ഥിയായിട്ടാണ് എനിക്ക് ധ്യാനിനെ പറ്റി തോന്നിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ നല്ല നല്ല ഗാനങ്ങൾ വളരെ നല്ല രീതിയിൽ ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് ധ്യാനിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഡെഡിക്കേഷൻ റൗണ്ടിൽ ധ്യാൻ പാടാൻ പോകുന്ന പാട്ട് താളമയഞ്ഞു ഗാനം അപൂർണം എന്ന ONV സാറിൻ്റെ വരികൾക്ക് ശരത് സാർ ഈണം നൽകിയ പവിത്രം എന്ന സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് ഞാൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ പാടാൻ ആഗ്രഹിച്ചിരുന്ന പാട്ടാണ്. ധ്യാനും ഈ സ്റ്റേജിൽ വളരെ നന്നായിട്ട് ഈ പാട്ട് പാടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എല്ലാ ആശംസകളും. അപ്പൊ ധ്യാൻകുട്ടന്റെ സാറാണ് അല്ലേ? അതെ, അപ്പൊ സാറിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലേ? പുള്ളി നന്നായിട്ട് ക്ലാസിക്കലൊക്കെ പാടുമായിരുന്നു അന്നേ. ഇദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു നമ്മുടെ നജീം അർഷാദ്. ശരിയാ. ഇവരൊക്കെ ആദ്യത്തെ ബാച്ച്. സാർ അന്നും അവിടെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, ഇനി ഒരു 7 വർഷം കഴിഞ്ഞുണ്ട്. മതിയായല്ലോ, കണ്ടുവിടണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.